ഞങ്ങളേ ഉണ്ണിച്ചപ്പള്ളി പോവാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയല്ലേ. അപ്പോൾ ഞാനുണ്ട്, മൂത്ത മോനുണ്ട്, ഹസ്ബൻഡുണ്ട്. അപ്പോൾ അവരെല്ലാം വണ്ടിക്കകത്തുണ്ട്. രണ്ടാമത്തെ മോന് ഇന്ന് ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് അവൻ വേറൊരു സ്കൂളിലാണ്. അപ്പോൾ അവൻ ഇന്നില്ല. അവൻ ഇന്നും ഇല്ലായിരുന്നു, കഴിഞ്ഞ സാറ്റർഡേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വരുമ്പോഴത്തേനും അവൻ 4 മണിയാകുമ്പോഴത്തേനും വരും. അപ്പോഴത്തേനും നമുക്ക് തിരിച്ചു വരണം. അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മണിക്കൂറിന് മേലെ എടുക്കും ഉണ്ണീശപ്പള്ളിയിലേക്ക്. അതുമല്ല, ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ് റോഡൊക്കെ. കുറേ ഭാഗം ബ്ലോക്കില്ല, പക്ഷെ കുറേ അങ്ങ് ചെല്ലുമ്പോഴത്തേനും നല്ല ബ്ലോക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും ഒരു 1.25 മണിക്കൂറാകും. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പിന്നെയും ഒരു 1.25 മണിക്കൂർ വേണം. അപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴത്തേനേ നമ്മൾ എത്തത്തുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ, അതായത് ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എത്ര ബ്ലോക്ക് ആണെങ്കിലും വണ്ടി ഓടിക്കും. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്നാണെന്നറിയോ, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഡ്രൈവിങ് നന്നായിട്ട് അറിയാം, എന്നെക്കാളും ചിലപ്പോൾ നന്നായിട്ട് അറിയാവുന്നവരുണ്ടാവും, പക്ഷെ വണ്ടി ഓടിക്കത്തില്ല. പേടിയാണെന്നാണ് പറയുന്നത്. എന്തിനാണ് പേടിക്കുന്നത്? ഒരു ധൈര്യം വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളാം. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണം അത്യാവശ്യമായിട്ട്, ഇല്ല നമ്മളെല്ലാവരും കൂടെ ഒരിടത്തേക്ക് പോവുകയാണ്, കുറേ ലോങ് ഡ്രൈവ്. അപ്പോൾ ഒരാൾ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടല്ലേ? അയാൾക്കും വേണ്ടേ, അതായത് വണ്ടി ഓടിക്കുന്ന ആൾക്കും വേണ്ടേ ഒരു റിലാക്സേഷൻ? അപ്പോൾ എല്ലാവർക്കും ഡ്രൈവിങ് അറിയാമെങ്കിലും മാറി മാറി നമുക്ക് വണ്ടി ഓടിച്ചുകൂടെ? ഞാൻ പണ്ട് ആലോചിക്കുമായിരുന്നു, എനിക്ക് പണ്ട് വണ്ടി ഓടിക്കാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കൊരു സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം, ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞപ്പം, എന്നെ ആ സീറ്റിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരേ വേണ്ട. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഞാനും എൻ്റെ മോനും കൂടി ചില സമയത്ത് അടി ഉണ്ടാക്കും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹസ്ബൻഡ് എപ്പോഴും എനിക്ക് വണ്ടി തരും കേട്ടോ ഓടിക്കാൻ. അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ അറിയാമായിരുന്നിട്ടും വണ്ടി ഓടിക്കാത്ത പേടിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.